നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വില പിടിച്ച അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിൽ തന്നെ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം എന്നിവ അയച്ചു തരണം. എന്നാൽ അതിന് ഫീസും ഉണ്ട്. കാരണം ചില ആൾക്കാർ ഫീസിൻ്റെ കാര്യം കൂടെ ജ്യോതിഷർ പറയാത്തെന്തെന്ന് ചോദിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് പറയാൻ പോകുന്നത് കന്നിക്കൂറുകാരുടെ ഈ 2025 വർഷത്തിൻ്റെ ഫലമാണ്. നല്ലതും കെട്ടതുമായ ഫലങ്ങൾ കേൾക്കുമ്പോൾ, നല്ലത് പറയുമ്പോൾ സന്തോഷം, കെട്ടത് പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ ചെറുപ്പം വിഷമം തോന്നുമെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയും ശ്രദ്ധയും ഭക്തിയോടുകൂടിയുള്ള ജീവിതങ്ങളും കൊണ്ട് ഈ വിനകളിൽ നിന്നും കുരുക്കിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഉത്രം നക്ഷത്രത്തിന് ചിങ്ങക്കൂറ് ആദ്യത്തെ 15 നാഴികയാണ്, 6 മണിക്കൂറാണ്. 6, 4, 24 മണിക്കൂറാണ് ഒരു നക്ഷത്രം. അപ്പോൾ ആദ്യത്തെ 6 മണിക്കൂർ അല്ലെങ്കിൽ 15 നാഴികയാണ് ചിങ്ങക്കൂറ്. ബാക്കി 45 നാഴികയാണ് കന്നിക്കൂറ്. അങ്ങനെ ഉത്രം, അത്തം, ചിത്തിര, ചിത്തിരയുടെ 30 നാഴിക ചേർന്നതാണ് കന്നിക്കൂറ്. അപ്പോൾ കന്നിക്കൂറുകാരുടെ ഫലമാണ് എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ കന്നിക്കൂറുകാർക്ക് ഉത്രത്തിൻ്റെ 3/4, അത്തം, ചിത്തിര പകുതി വരെയുള്ളതാണ് കന്നിക്കൂറ്. അപ്പോൾ കന്നിക്കൂറുകാർക്ക് ഇപ്പം ശനി നിൽക്കുന്നത് 6ലാണ്. ശനി 6 നിൽക്കുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല. കണ്ടക ശനി, അഷ്ടമ ശനി പോലുള്ള ദോഷങ്ങളൊന്നും ശനി 6 നിൽക്കുമ്പം വരില്ല. അതുകൊണ്ട് മാർച്ച് മാസം വരെ ശനിഗ്രഹം 6ലാണ്. ശനി 6 നിൽക്കുന്നത് കൊണ്ട് ഋണാർത്ഥ ചോര, ക്ഷത, രോഗശത്രു, കുറച്ച് കടബാധ്യതകളും ഉണ്ടാവാം. കടം നിങ്ങൾക്ക് വീട് വയ്ക്കാനോ, വസ്തു വാങ്ങിക്കാനോ, വണ്ടി വാങ്ങിക്കാനോ വേണ്ടിയൊക്കെ ആയിരിക്കും കടം വരുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. ക്ഷതം എന്ന് പറയുന്നത് വീഴ്ച, ഒടിവ്, അപകടങ്ങളൊക്കെ കൊണ്ടുള്ള മുറിവ്, ചതവുകൾ ഉണ്ടാകും. അതുകൊണ്ട് വണ്ടിയൊക്കെ ഓട്ടിക്കുന്നത്, അപകടം പരിഹരിക്കുന്ന സ്ഥലങ്ങളിൽ പോകുന്നത്, മെഷീനറിയൊക്കെ കൈകാര്യം ചെയ്യുന്നത്, ആയുധങ്ങളൊക്കെ വച്ച് കൈകാര്യം ചെയ്ത് ജോലി ചെയ്യുന്നവർ ഇവരൊക്കെ സൂക്ഷിക്കണം. ക്ഷതം, ഹോസ്പിറ്റലിൽ പോയാൽ ചെറിയ സർജറികളും ട്രീറ്റ്മെൻറ്റൊക്കെ വേണമെന്ന് പറയും. അതും വേണം, മരുന്നും മന്ത്രവും വേണം. രോഗങ്ങൾ തന്നെ. ശത്രു എന്ന് പറയുന്നത് നമുക്കാരോടും ഒരു വിരോധവും ഇല്ലെങ്കിലും നമുക്കൊരുപാട് വിരോധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ശത്രുക്കളുണ്ടാവും. പക്ഷെ അത് മാർച്ച് മാസം കഴിയുമ്പോൾ നമുക്ക് ഈ ശനി കന്നിക്കൂറുകാർക്ക് 6ൽ നിന്ന് മാറി 7ലാണ് വരുന്നത്. 7 വരുമ്പോൾ കണ്ടകശനി എന്ന് പറയുന്ന ഒരു ദോഷം ബാധിക്കും. കണ്ടകം വരുമ്പോൾ 7 ശനി ഇരിക്കുമ്പോൾ പാവേ, സപ്തമകേ, കളത്രമരണം, യോഗോ വിയോഗോ, ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു, ഇവയൊക്കെ ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് ദീർഘസുമംഗലി പൂജ, നവഗ്രഹ പൂജ, ദീർഘമാംഗല്യ പൂജ, ഐശ്വര്യ പൂജ, ശനീശ്വര പൂജ എന്നൊക്കെ ചെയ്ത് ശാസ്താവിനെയും കാലഭൈരവനെയും ഹനുമാൻ സ്വാമിയും മുരുകസ്വാമിയൊക്കെ ഭജിക്കണം. അപ്പോൾ ആ വിന മാറി കിട്ടും. അപ്പോൾ ശനി നമുക്ക് 7ൽ വരും. ഇതേ സമയത്ത് വേഴഗ്രഹം കന്നിക്കൂറുകാർക്ക് വളരെ അനുഗ്രഹീതമായ രാശികളിലാണ് സഞ്ചരിക്കുന്നത്. ഈ വരണ മെയ് മാസം വരെ 9ലും അത് കഴിഞ്ഞ 10ലുമാണ് വരുന്നത്. അപ്പോൾ 9 വേഴഗ്രഹം നിൽക്കുമ്പോൾ ഭാഗ്യധർമാദികൾ അഭിവൃദ്ധിപ്പെട്ടു വരുന്നതാണ്. സൗമേ ധർമ്മസ്ഥിത ഗുരുജനമനസ്സീശ്വരാണാം പ്രസാദോ വൃദ്ധിർഭാഗ്യശ്ച ധർമ്മസ്യ ശുഭതപസാമാത്രതാ പൗത്രസൗഖ്യം. ഗുരുക്കന്മാർ, മാതാ, പിതാ, ഗുരു, ദൈവം ഇവരെല്ലാവരും പ്രസാദിക്കും. ഈശ്വരാണാം പ്രസാദോ, ഈശ്വരാനുഗ്രഹം കൂടി വരും. നിങ്ങളൊരു അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച ഇത്രയും കാലം ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടും ഒരു പുണ്യവും കിട്ടിയില്ലല്ലോ എൻ്റെ പൊന്നു ദൈവങ്ങളെ എന്ന് പറയണവർക്ക് പെട്ടെന്ന് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് രോഗം മാറാനും, പൈസ കിട്ടാനും, ജോലി കിട്ടാനും, അംഗീകാരം കിട്ടാനും, മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയം കിട്ടാനും
കുടുംബശ്രേയസ് കിട്ടാനും ഒക്കെ യോഗം വരും. അങ്ങനെ ഗുരുക്കന്മാരുടെയും ഈശ്വരന്മാരുടെയും പ്രസാദവും വൃദ്ധർഭാഗ്യസ്യ ധർമ്മസ്യ ഭാഗ്യധർമാദികൾ അഭിവൃദ്ധിപ്പെട്ടു വരാനും ശുഭതപസ് നമുക്ക് ഏത് കാര്യം വേറണമെന്ന് വിചാരിച്ചാലും നമുക്ക് കാര്യങ്ങൾക്ക് വിജയം കിട്ടാനും പൗത്ര സൗഖ്യം പുത്രൻ്റെ പുത്രനാണ് പൗത്രൻ മക്കളും പിള്ളേർക്കും പിള്ളേർക്കും ഒക്കെ നല്ലത് വരാനും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും ഉള്ള പിള്ളേർക്ക് നല്ലത് വരാനും ഉള്ള യോഗമൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് ദോഷങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. 9 വേഴം മെയ് മാസം കഴിയുമ്പോൾ 10 വരും. അത് വളരെ നല്ലതാണ്. 10 എന്ന് പറയുന്നതാണ് നമ്മുടെ ജോലി. ഒരു ജോലി ഇല്ലാത്തവർക്കും ജോലി കിട്ടാനും ഉള്ള പ്രവൃത്തി അഭിവൃദ്ധിപ്പെട്ടു വരാനും യോഗമുണ്ട്. അങ്ങനെ പ്രവൃത്തിക്കും തൊഴിലിനും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും പുരോഗതികളും ഒക്കെ നമുക്ക് കിട്ടും. അങ്ങനെ ജോലി കിട്ടും. 10 എന്ന് പറയുന്നത് കർമ്മസ്ഥാനമാണ്. വലിയ കഴിവില്ലാത്തവർക്കും ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ പ്രവൃത്തി കിട്ടും, നല്ല ജോലി കിട്ടും, നല്ല പ്രമോഷൻ കിട്ടും, അധികാരം കിട്ടും. അങ്ങനെ മനസ്സിന് സന്തോഷം കിട്ടും. ഈശ്വരാനുഗ്രഹം നല്ല രീതിയിൽ വന്ന് ദോഷം മാറാൻ വേണ്ടി തൊഴുവാൻ പോയെങ്കിലും ഒരു പൂജാരിയെ പോലെ ജ്യോത്സ്യനെ പോലെ നല്ല മന്ത്രസിദ്ധിയും ദൈവീക കടാക്ഷങ്ങളും ഒക്കെ കിട്ടി മിടുക്കരായിട്ട് രക്ഷപ്പെടും. സ്ഥാനമാന അധികാരങ്ങൾ അംഗീകാരങ്ങളൊക്കെ കിട്ടും. പ്രമുഖ വ്യക്തികളുടെ പ്രീതി കിട്ടും. സമൂഹത്തിലും സമുദായത്തിലും ഒക്കെ അംഗീകാരങ്ങൾ കിട്ടും. അങ്ങനെ സർക്കാർ തലത്തിലും നമുക്ക് കോടതിയിൽ നിന്നും നമ്മൾ പോകുന്ന പ്രവർത്തന രംഗങ്ങളിൽ നിന്നൊക്കെ നല്ല നന്മകൾ നമുക്ക് കിട്ടും. 10 എന്ന് പറയുന്നത് ദേവാലയ നഗരസഭ മാർഗാലയ ദാസ സർവകർമാണി ആജ്ഞാലംബന സർവം ചിന്തനീയം ഈ ദശമേനാണ്. ദേവാലയം വയ്ക്കാൻ യോഗം കിട്ടും. പുണ്യസ്ഥലങ്ങളൊക്കെ ദർശിക്കാൻ പറ്റും. തീർത്ഥാടനങ്ങളൊക്കെ നടത്താൻ പറ്റും. അങ്ങനെ ദൈവങ്ങളുടെ അടുത്ത് നമുക്ക് പോയി കാര്യങ്ങൾ പ്രാർത്ഥിച്ച് പുണ്യം നേടാനുള്ള അവസരങ്ങളൊക്കെ നമുക്ക് കിട്ടും. ദൈവങ്ങളുടെ അടുത്ത് അമ്പലങ്ങളിൽ അത്രയ്ക്കും ദൈവികപരമായ അനുഗ്രഹ കടാക്ഷങ്ങളൊക്കെ കിട്ടും. നഗരസഭ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, സർക്കാർ, കോടതി ഇവരിൽ നിന്നും സഹായം കിട്ടും. മാർഗം വഴിവെട്ടിക്കാനുള്ള യോഗം, ആലയം വീട് വയ്ക്കാനുള്ള യോഗം, സർവകർമാണി എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യങ്ങൾ വിചാരിച്ചാലും നമുക്ക് മാത്രമല്ല പിള്ളേർക്ക് വേണ്ടിയും നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മക്കൾക്ക് നല്ല ജോലി, വിദ്യ, വിവാഹം, വിദേശയാത്ര, പ്രവൃത്തി ഗുണങ്ങളൊക്കെ. കന്നിരാശിക്കാർക്കും വിദേശയാത്ര ഗുണം ഉള്ള സമയമാണ്. നമ്മൾ വയസ്സായിട്ടുള്ള ആൾക്കാർ എന്തൊരു വിദേശത്ത് പോകണതെങ്കിലും മക്കളും മരുമക്കളും ഒക്കെ വിദേശത്തിരിക്കണമെങ്കിൽ അച്ഛനെയും അമ്മയൊക്കെ കൊണ്ടുപോകാനും കൂടെ ശ്രമിച്ച് നമുക്കും ഒന്നിച്ച് മക്കളോട് കുടുംബത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കാനുള്ള അവസരങ്ങളും ധാരാളം നമുക്ക് കിട്ടും. അങ്ങനെ നല്ല പുരോഗതികളും കാര്യങ്ങളും ഐശ്വര്യങ്ങളൊക്കെ കിട്ടി രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമുക്ക് ഉണ്ടാകും. കണ്ടകശനി ഉള്ളത് കൊണ്ട് വാഹനങ്ങൾ ഓട്ടിക്കുന്നത്, പൈസ ഇടപാടുകൾ, കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മൾ ആരെയും അങ്ങ് അമിതമായിട്ട് വിശ്വസിക്കരുത്. കാരണം നമുക്ക് ഒരു വീട് വയ്ക്കാൻ പൈസ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ പൈസയും കൊണ്ട് ചിലപ്പോൾ പൊക്കളയും. ഒരു വസ്തു വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ നടക്കുമെങ്കിലും ശരിക്കും പകുതി പൈസ കൊടുത്തിട്ട് പകുതി പൈസ കിട്ടാതെ വന്ന് നമുക്ക് വസ്തു വാങ്ങിക്കാനോ വീട് വാങ്ങിക്കാനോ കഴിയാതെ പോകണമെങ്കിൽ അവർ നമുക്ക് വസ്തുവും തരൂല, പൈസയും തരൂല. നമ്മൾ 5 ലക്ഷം രൂപ കൊടുത്താൽ 5 ലക്ഷം രൂപ വരെ വസ്തു നമുക്ക് തരട്ടെ. ആ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കണം. ജാതകം ഒന്ന് പരിശോധിച്ചു നോക്കണം. ജാതകത്തിൽ നല്ല ദശാകാലങ്ങളാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നും ബാധിക്കില്ല. ഭാഗ്യമുള്ള ജാതകക്കാർക്കും നല്ല ദശാകാലം ഉള്ള ജാതകക്കാർക്കും ഗ്രഹസ്ഥിതികൾ വളരെ നല്ല സ്ഥാനത്ത് ഉള്ളപ്പോൾ ജനിക്കുന്നവരുടെ ജാതകത്തിൽ അവർക്ക് എന്തൊക്കെ ദോഷങ്ങൾ വന്നാലും ഒരു കുഴപ്പമില്ലാതെ അവരുടെ പ്രവർത്തന രംഗങ്ങൾ സമ്പൂർണപരമായ ശക്തി പ്രാപിച്ച് നേട്ടങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കും. ചില ജാതകങ്ങളിൽ എല്ലാ ഗ്രഹങ്ങളും പിഴച്ചു നിൽക്കുമ്പോൾ ഒരു ദശയിലും ഒരു അപകാരത്തിലും നേട്ടങ്ങൾ കിട്ടാതെ കോട്ടങ്ങൾ ഭവിക്കും.
അപ്പോൾ ഗ്രഹങ്ങൾ ദുസ്ഥാനത്ത് നിന്നാൽ നമുക്ക് ദോഷങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും. അപ്പോൾ ദുസ്തകേടവശരാരുജാഗമം സ്വസ്ഥകേടവശരക ശമം വധേ മന്ത്രനർത്ത ബലി പൂജ ഔഷധീർ ദേവതാ ഭജനധാതുപോഷണഹീനാണ്. അപ്പോൾ ഗ്രഹപ്പുഴ ഉള്ള ജാതകങ്ങളാണെങ്കിൽ മന്ത്രം ജപിക്കണം. നമ്മൾ സ്വയമായിട്ട് തന്നെ മന്ത്രങ്ങളൊക്കെ ജപിച്ചാൽ മതി. നൃത്തം അമ്പലങ്ങളിൽ കൊടുതി പൂജ ഉത്സവം ഇതൊക്കെ നടത്തണം. മന്ത്രനൃത്ത ബലി സർപ്പബലി അതേപോലെ പിതൃക്കൾക്ക് ബലി ഇതൊക്കെ നടത്തണം. മന്ത്രനൃത്ത ബലി പൂജ നവഗ്രഹ പൂജ മൃത്യുഞ്ജയ പൂജ ഈശ്വര പൂജ സ്വയംവര പൂജ ദീർഘമാംഗല്യ പൂജ ഇതൊക്കെ നടത്തണം. ഔഷധം കഴിക്കണം. ദേവതാ ഭജനം ദേവന്മാരെ ഭജിക്കണം. അപ്പോൾ നമുക്ക് ദോഷങ്ങൾ മാറി കിട്ടും. മരുന്നും മന്ത്രവും നിങ്ങൾക്ക് ഈ സമയത്ത് അത്യാവശ്യം ആണ്. അതുകൊണ്ട് ചെറിയ അസുഖം വന്നാലും നല്ല ഡോക്ടർമാരെയൊക്കെ പോയി കണ്ട് ചികിത്സകൾ ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തോനെ പൈസയാവില്ല, ദോഷവും വരില്ല, ദുരിതങ്ങളും വരില്ല. നമുക്ക് വരണത് കുറച്ച് മാറിക്കിട്ടുമെന്ന് വിചാരിക്കുമ്പോഴാണ് വലിയ രോഗിയെ പോലെ ചിലപ്പോൾ നമ്മളായി പോകുന്നത്. അതുപോലെ ആശുപത്രിയിൽ പോയാൽ രോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ വേറൊരു ആശുപത്രിയിലും കൂടെ പോയി നോക്കണം, രോഗം ഉണ്ടാകും. ഇപ്പോൾ ഈ ആശുപത്രി കുഴപ്പമെന്ന് പറഞ്ഞാൽ അവിടെ കുഴപ്പമില്ലെന്ന് പറയും. അങ്ങനെയാണ് പലവരുടെയും അനുഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റും. 7ലെ ശനിയാണ് നമുക്ക് പ്രശ്നം. യാത്രാ കാര്യങ്ങൾക്ക് തടസ്സം, വിവാഹ ദാമ്പത്യ വിഷയത്തിൽ ചെറിയ കലഹങ്ങൾ, കല്യാണം ഇപ്പം വേണ്ട, ബന്ധം വേണ്ട എന്ന് വിചാരിച്ച് നിൽക്കുന്നവർക്ക് ആ വിവാഹം മുടങ്ങിപ്പോകാനുള്ള സാധ്യത. അതുകൊണ്ട് സ്വയംവര പൂജ നവഗ്രഹ പൂജയൊക്കെ ചെയ്ത് കാര്യങ്ങൾ നടത്തണം. എല്ലാ ദോഷങ്ങളും മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവികപരമായ ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നാലും ദൈവികപരമായ കടാക്ഷങ്ങൾ കിട്ടാൻ എന്തെങ്കിലും ചെയ്യണം. മെയ് കഴിയുമ്പോൾ രാഹുവും കൂടെ 6ലോട്ട് ഇനി പോരും. അപ്പോഴും ചെറിയ മുട്ടുവേദനയും നടുവേദനയും കാലുവേദനയൊക്കെ വരും. അപ്പം നാഗർക്കും കൂടി പൂജകളും വഴിപാടും ഇതൊക്കെ ചെയ്താൽ നമ്മളെ വിനകൾ തീർച്ചയായിട്ട് മാറിക്കിട്ടും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാലഭൈരവ സ്വാമിയോടുകൂടി പ്രാർത്ഥിക്കുന്നു. കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ഷേത്രം തുറന്നിരിക്കും. രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, 4 മണിക്ക് യമരാജ പൂജ, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ അഭിഷേകങ്ങളാണ്. പാല്, തൈര്, നെയ്യ്, വെണ്ണ, കളഭം, കുങ്കുമം, മஞ்சൾ കുങ്കുമം, തേന്, പഴനീര് ഇങ്ങനെയൊക്കെയുള്ള ഇഷ്ടമായ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങളുണ്ട്. കൂടാതെ പുഷ്പാഭിഷേകം, ഭസ്മാഭിഷേകം, ആരതി ഒക്കെ ഉണ്ട്. വിശിഷ്ടമായിട്ടുള്ള പൂജ ക്രിയാദികളൊക്കെയാണ്. അമ്പലത്തിലെ പൂജകളോ വഴിപാടുകളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭക്തന്മാരും നമ്മളെ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് കാലഭൈരവ സ്വാമിയോടും പത്മനാഭ സ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.